നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. യു.എയിൽ കനത്ത മഴ. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. രാവിലെ മുതൽ യു.എയിലെങ്ങും മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. ഉച്ചയോടുകൂടി മഴ തുടങ്ങി. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഫിജേറ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് ലഭിച്ചത്. പലയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയായിരുന്നു. റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. കനത്ത മഴയെ തുടർന്ന് നാളെ രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ഫ്രം ഹോം സ്വീകരിക്കാമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലാസുകൾ ഓൺലൈനായി നടത്തണമെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി നിർദ്ദേശിച്ചു. സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് അതോറിറ്റിയുടെ നിർദ്ദേശം. ദുബായിലെ സ്വകാര്യ സ്കൂളുകൾക്കും നഴ്സറികൾക്കും സർവകലാശാലകൾക്കും നിർദ്ദേശം ബാധകമായിരിക്കും. രാജ്യത്തെ സർക്കാർ ജീവനക്കാർക്ക് നേരത്തെ തന്നെ നാളെ വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെ കനത്ത മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കടൽ പ്രക്ഷുബ്ധമാകുമെന്നതിനാൽ ബീച്ചിൽ പോകുന്നവർ സൂക്ഷിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. താപനിലയിലും രാജ്യത്ത് ഗണ്യമായ കുറവുണ്ടാകും. 24 ദുബായ്. ഹജ്ജ് യാത്രയ്ക്കുള്ള ആഭ്യന്തര രജിസ്ട്രേഷൻ സൗദിയിൽ ആരംഭിച്ചു. ഹജ്ജ് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയോ നുസൂക്ക് ആപ്പ് വഴിയോ ബുക്ക് ചെയ്യാം. 4000 റിയാലാണ് പാക്കേജ് നിരക്ക്. സൗദിക്കകത്തു നിന്നും ഈ വർഷത്തെ ഹജ്ജിന് പോകുന്നവരുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയും നുസുക്ക് ആപ്പ് വഴിയും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സ്വദേശികൾക്കും സൗദിയിൽ ഇഖാമയുള്ള വിദേശികൾക്കും രജിസ്റ്റർ ചെയ്യാം. 4100 റിയാലിന്റെ ഇക്കണോമിക് പാക്കേജ് മുതൽ 13,265 റിയാലിന്റെ മിന ടവർ പാക്കേജ് വരെയുള്ള 4 പാക്കേജുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പാക്കേജ് നിരക്കനുസരിച്ച് സേവനത്തിനും മാറ്റമുണ്ടാകും. പാക്കേജ് നിരക്കിന്റെ ആദ്യ ഘടുവായി 20% രജിസ്റ്റർ ചെയ്ത് 72 മണിക്കൂറിനുള്ളിൽ അടക്കണം. റമദാൻ 20 ആകുമ്പോഴേക്കും 40%, ഷവ്വാൽ 20 മുമ്പ് ബാക്കിയുള്ള 40% അടക്കണം. പേയ്മെന്റ് പൂർത്തിയായാൽ മാത്രമേ ബുക്കിംഗ് കൺഫർമേഷൻ ലഭിക്കുകയുള്ളൂ. അപേക്ഷകർക്കുള്ള ചുരുങ്ങിയ പ്രായം 15 വയസ്സാണ്. കാലാവധിയുള്ള ഇഖാമയോ ദേശീയ തിരിച്ചറിയൽ കാർഡോ ഉണ്ടായിരിക്കുക. മെനിഞ്ചറ്റിസ്, സീസണൽ ഇൻഫ്ലുവൻസ കുത്തിവയ്പ്പുകൾ നടത്തുക തുടങ്ങിയ മാനദണ്ഡങ്ങൾ പാലിക്കണം. നേരത്തെ ഹജ്ജ് നിർവഹിക്കാത്തവർക്കായിരിക്കും മുൻഗണന. വനിതാ തീർത്ഥാടകരോടൊപ്പം മഹ്റമായി പോകുന്ന പുരുഷന്മാർക്കും മുൻഗണന ലഭിക്കും. പ്രവാസികളുടെ അപേക്ഷകളോടൊപ്പം റെസിഡന്റ് വിസയിലുള്ള അവരുടെ കുടുംബാംഗങ്ങൾക്കും അപേക്ഷിക്കാം. ഒരു കുടുംബത്തിലെ 14 പേർക്ക് വരെ ഒരുമിച്ച് അപേക്ഷിക്കാനുള്ള അവസരമുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ജലീൽ കണമകലം, 24 ജിദ്ദ. അബുദാബി KMCCയുടെ നേതൃത്വത്തിൽ കേരള ഫെസ്റ്റ് പുരോഗമിക്കുന്നു. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലാണ് പരിപാടി. മാധ്യമ മേഖലയിലെ ചലനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ 24 സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. വാർത്താ തലക്കെട്ടുകൾ സൃഷ്ടിയും അവതരണവും എന്ന വിഷയത്തിലായിരുന്നു പരിപാടി നടന്നത്. അബുദാബി KMCC പ്രസിഡന്റ് ഷുക്കൂർ അലി കല്ലിങ്ങൽ മോഡറേറ്ററായ പരിപാടിയിൽ 24 സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം ഉൾപ്പെടെ മുഖ്യധാര മാധ്യമരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. പരമ്പരാഗത മാധ്യമ വിമർശനങ്ങൾക്കൊപ്പം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖേന പടച്ചുവിടുന്ന വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കുണ്ടാകുമെന്നും അതിനെക്കൂടി കരുതിയിരിക്കണമെന്നും ഹാഷ്മി താജ് ഇബ്രാഹിം പറഞ്ഞു. പരമ്പരാഗതമായ മാധ്യമ വിമർശനം മാത്രം ഇക്കാലത്ത് വിലപ്പോവില്ല എന്നൊരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. അതിന് പകരമായി എന്താണ് വെക്കുന്നത്? ശരി, ഇനി മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മൊത്തം വിശ്വാസ്യതാ പ്രശ്നമാണ്. അതിനെ മാറ്റി നിർത്തി അക്കൂട്ടർ പകരം വെക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഏത് സോഷ്യൽ മീഡിയ? ഈ പറയുന്ന വ്യാജങ്ങളും കള്ളവാർത്തകളും മലവെള്ളം പോലെ കുത്തിവരുന്ന സോഷ്യൽ മീഡിയ ആണ് ഇതിന് പകരമായി അവിടെ കൊണ്ടുവെക്കുന്നത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി വരാൻ പോവുകയാണ്. എഴുതി വെച്ചോ, ഈ പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രാദേശികമായ നേതാക്കൾ, അവർ മനസ്സറിവ് പോലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന മട്ടിൽ വരാൻ പോകുന്നുണ്ട്. ഒരു പിടി അവതാർമാർ അവതരിക്കാൻ പോകുന്നു. അതിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് ചെക്ക് നടക്കില്ല. ഒന്നും നടക്കാത്ത രീതിയിൽ വ്യാജങ്ങളുടെ കുത്തൊഴുക്ക് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആണ് മുഖ്യധാരാ മാധ്യമങ്ങൾ മൊത്തം പ്രശ്നമാണെന്ന് വരുത്തി തീർത്ത് അതിനെ മാറ്റി അവിടെ കൊണ്ടുവെക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിന്റെ വളർച്ചയിൽ പ്രവാസികളും പ്രവാസി പ്രസ്ഥാനങ്ങളും നൽകിയ സംഭാവനകളും കേരളം പോലെ ഇത്രയധികം വാർത്താബോധമുള്ള മറ്റൊരു സമൂഹം ഇന്ത്യയിൽ വേറെയില്ല എന്നും ഓരോ മാധ്യമ പ്രവർത്തകരും പ്രത്യേകം പരാമർശിച്ചു. കേരളം ഇന്നും മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനമായി നിൽക്കുന്നതിന്റെ ക്രെഡിറ്റ് മറ്റാർക്കുമല്ല. ഇത്രമാത്രം വാർത്താബോധമുള്ള, ഇത്രമാത്രം പൗരബോധമുള്ള, ഇത്രമാത്രം പ്രതികരണശേഷിയുള്ള മറ്റൊരു സമൂഹം ഇന്ത്യയിലില്ല എന്നുള്ളത് മാത്രമാണ്. പ്രേക്ഷകർ എന്ന പൊതുസംജ്ഞയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നു. അതിൽ പല വിഭാഗങ്ങളുണ്ടാകാം, പല തരത്തിലുള്ള രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ളവർ, പല വിഭാഗങ്ങളിൽ, മതവിഭാഗങ്ങളിലും ജാതികളിലും ഒക്കെ പെട്ട ആളുകൾ, പല സാമ്പത്തിക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഉണ്ടാകാം. എല്ലാവർക്കും തന്നെ
മാധ്യമങ്ങളെക്കുറിച്ച് ഒരു അഭിപ്രായം രൂപീകരിക്കാനും ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്തു എന്ന ചോദ്യം ഉന്നയിക്കാനുമുള്ള അവകാശമുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ 19(1)(a) എന്ന അനുച്ഛേദത്തിലൂടെ മാധ്യമങ്ങൾക്കും നൽകപ്പെട്ടിരിക്കുന്നത്. നിരന്തരമായി ഓഡിറ്റ് ചെയ്യപ്പെടുകയും പ്രതിരോധിക്കുക എന്നതിനപ്പുറത്ത് നമുക്ക് തെറ്റാതെ വാർത്ത കൊടുക്കാൻ കഴിയുമോ എന്ന വെല്ലുവിളി ഓരോ ദിവസം ഏറ്റെടുക്കാനും ഈ മേഖലയിലുള്ളവർ തയ്യാറാകുന്നതാണ് എൻ്റെയും നിങ്ങളുടെയും സന്തോഷം. നമുക്കൊരിടത്തു തെറ്റി, ശരി തെറ്റി, അവിടെ നിന്ന് നമുക്ക് തിരുത്താം, ശരി തിരുത്താം. അങ്ങനെ തിരുത്താനും തെറ്റ് ആവർത്തിക്കാതിരിക്കാനും കഴിയുന്ന, നല്ല തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന പ്രേക്ഷകരും മാധ്യമങ്ങളും ഉണ്ട് എങ്കിൽ ഒരാൾക്കും ഒരധികാരത്തിനും നമ്മുടെ മുകളിൽ ഈ പറയുന്ന ദൈവദത്തമാണ്, ഞങ്ങളാണ് നിങ്ങളെ പരിപാലിക്കേണ്ടത്, ഞങ്ങളിലാണ് ആ അധികാരമുള്ളത്, ഞങ്ങളാണ് നിങ്ങളെ ഭരിക്കേണ്ടത് എല്ലാ കാലത്തേക്കും എന്നൊന്നും പറഞ്ഞു വെക്കാൻ കഴിയില്ല. അപ്പോൾ മാധ്യമ പ്രവർത്തനമാണെങ്കിലും മാധ്യമ വിമർശനമാണെങ്കിലും ഇങ്ങനെ നിലനിൽക്കുന്ന, ഇങ്ങനെയെങ്കിലും സംസാരിക്കാവുന്ന, പ്രതിപക്ഷ ശബ്ദമാകാനും പ്രതിപക്ഷ ശബ്ദമാകാത്തതിന് വിമർശിക്കപ്പെടാനും കഴിയുന്നൊരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്നത് കേരളത്തിലാണ് എന്നെനിക്കറിയാം. അതിനെ ഇത്രയും ഗൗരവത്തോടെ കാണുന്നത് നമ്മൾ മലയാളികളാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും മലയാളികളാണ് എന്ന കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്. മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ, മനോരമ ന്യൂസ് ചീഫ് ന്യൂസ് പ്രൊഡ്യൂസർ ഷാനി പ്രഭാകരൻ, ഏഷ്യാനെറ്റ് ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ PG സുരേഷ് കുമാർ, മാതൃഭൂമി ന്യൂസ് ചീഫ് സബ് എഡിറ്റർ മാധു സജി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. പ്രവാസികൾക്ക് വേണ്ടി ഉൾപ്പെടെ ശബ്ദമുയർത്തുന്ന മാധ്യമങ്ങൾക്ക് KMCCയുടെ പിന്തുണ അറിയിച്ചാണ് പരിപാടി അവസാനിച്ചത്. കേരളത്തിലെ വിവിധ ജില്ലകളുടെ കലാ സാംസ്കാരിക പരിപാടികളും കേരളത്തിലെ തനതായ നാടൻ രുചിക്കൂട്ടുകൾ ഒരുക്കി തയ്യാറാക്കുന്ന ഫുഡ് സ്ട്രീറ്റ്, ടൂറിസം എന്നിവയുമായി ബന്ധപ്പെട്ട 30-ലേറെ വരുന്ന സ്റ്റാളുകളും ദി കേരള ഫെസ്റ്റിനോടനുബന്ധിച്ച് അബുദാബിയിൽ ഒരുക്കിയിട്ടുണ്ട്. 24 അബുദാബി. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 13-ന് ഖത്തറിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. രാജ്യത്തെ 250 സർക്കാർ ഇതര സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കുമെന്ന് അമീരി ദിവാൻ അറിയിച്ചു. ജനങ്ങളുടെ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും ഫെബ്രുവരിയിലെ 2ാമത്തെ ചൊവ്വാഴ്ച ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഒരു ദിനം കായിക ദിനമായി മാറ്റിവെച്ചിരിക്കുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ സ്വദേശികളും വിദേശികളുമായ എല്ലാ പ്രായക്കാരും പാർക്കുകളിലും കളിസ്ഥലങ്ങളിലും ആവേശത്തോടെ സജീവമാകുന്ന ദിനം കൂടിയാണിത്. ഓടാനും നടക്കാനും വ്യായാമം ചെയ്യാനും സൈക്കിൾ ചവിട്ടാനുമുള്ള എല്ലാ സൗകര്യങ്ങളും പാർക്കുകളിലുണ്ടാവും. ആസ്പെയർ സോൺ, ഖത്തറ കൾച്ചറൽ വില്ലേജ്, ഖത്തർ ഫൗണ്ടേഷൻ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ വിപുലമായ കായിക വ്യായാമ വിനോദ പരിപാടികൾ നടക്കും. ആമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വവും കായിക പരിപാടികളിൽ സജീവമായി പങ്കെടുക്കും. ദി ചോയ്സ് ഈസ് യുവേഴ്സ് എന്ന ശീർഷകത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണ രാജ്യം കായിക ദിനം ആഘോഷിക്കുന്നത്. ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ 683 കമ്മ്യൂണിറ്റി കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ വിവിധ പ്രവാസി സംഘടനകളും കായിക ദിനാഘോഷത്തിന് മാറ്റുകൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ത്യൻ എംബസി, അപ്പെക്സ് സംഘടനയായ ഇന്ത്യൻ സ്പോർട്സ് സെന്റർ, പ്രവാസി പരിസ്ഥിതി സംഘടനയായ ചാലിയാർ ദോഹ, കൾച്ചറൽ ഫോറം, കേരള വിമൻസ് ഇനീഷ്യേറ്റീവ് തുടങ്ങി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ കായിക പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ സ്പോർട്സ് സെന്ററിന് കീഴിൽ 14-ന് ബിർള പബ്ലിക് സ്കൂളിൽ വാക്കത്തോൺ, ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ തുടങ്ങി കായിക മത്സരങ്ങൾ നടക്കും. ഇതിനു പുറമെ ഏഷ്യൻ ടൗണിൽ വടംവലി, കബഡി, സിലാംബാം, ഖഡ്ക തുടങ്ങിയ കായിക മത്സരങ്ങളും നടക്കും. വിവിധ സ്കൂളുകളും വിപുലമായ കായിക മത്സര വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ചാലിയാർ ദോഹയുടെ കായികമേള 14-ന് രാവിലെ മുതൽ അൽവക്ര സ്പോർട്സ് ക്ലബ്ബിലാണ് നടക്കുക. കൾച്ചറൽ ഫോറത്തിന്റെ എക്സ്പാറ്റ് സ്പോർട്ടീവ് 14-ന് അബു ഹമൂറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നടക്കും. അൻവർ പാലേരി, 24 ദോഹ. ശൈത്യകാലം കഴിയുന്നതോടെ അമേരിക്കയിൽ ക്രിക്കറ്റ് സീസൺ ആരംഭിക്കുകയാണ്. അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിൽ നടക്കുന്ന പ്രൊഫഷണൽ ലീഗ് മത്സരങ്ങളിൽ മലയാളി ക്രിക്കറ്റ് ടീമുകൾ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളിലെ കായിക മൈതാനങ്ങളിൽ ക്രിക്കറ്റ് ഒരു തരംഗമായി മാറുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണം രാജ്യത്തുടനീളമുള്ള ഇന്ത്യക്കാരുടെ പ്രൊഫഷണൽ ടീമുകളുടെ സജീവ സാന്നിധ്യമാണ്. ക്രിക്കറ്റ് ലീഗുകളിൽ
മികച്ച പ്രകടനമാണ് മലയാളി ക്രിക്കറ്റ് ടീമുകൾ കാഴ്ചവെക്കുന്നത്. ന്യൂജേഴ്സിയിലെ കിങ്സ് ക്രിക്കറ്റ് ടീം പ്രമുഖ ക്രിക്കറ്റ് ലീഗുകളിലെല്ലാം ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുകയാണ്. വിവിധ ലീഗുകളിൽ വ്യക്തിഗത മികവ് തെളിയിച്ച താരങ്ങളെ കിങ്സ് അതിന്റെ വാർഷിക യോഗത്തിൽ ആദരിച്ചു. ടീമിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ട പിന്തുണയുമായി വ്യവസായ പ്രമുഖരുമെത്തി. ഈ വർഷം നടക്കുന്ന ലീഗുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ടീം മാനേജ്മെന്റ്. വളരെ അഭിമാനമുണ്ട്. അമേരിക്കയിലെ ഏറ്റവും നല്ല ക്രിക്കറ്റ് ടീമായിട്ട് കിങ്സ് വളർന്നു വന്നിരിക്കുകയാണ്. ഈ വർഷത്തെ അമേരിക്കയിലെ എല്ലാ പ്രധാന ടൂർണമെന്റുകളിലും കിങ്സ് പങ്കെടുക്കുന്നുണ്ട്. അതിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ 24 USA. സൗദിയിലെ അസീർ ക്രിക്കറ്റ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഖമീസ് പ്രീമിയർ ലീഗ് സീസൺ 1 ഈ മാസം 29 നടക്കും. ടീമുകളുടെ ജേഴ്സി വിതരണവും ട്രോഫി പ്രകാശനവും ഖമീസിൽ നടന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന 8 ടീമുകളുടെയും ജേഴ്സി ടീം ക്യാപ്റ്റന്മാർക്ക് കൈമാറി. ലന അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ സ്കൂൾ പ്രതിനിധി അഷ്റഫ് കുറ്റിച്ചൽ ട്രോഫി പ്രകാശനം ചെയ്തു. 29 വൈകിട്ട് 7:45 ധമക് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ മത്സരം ആരംഭിക്കും. പ്രവാസി മലയാളികളെ ഒരുമിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പരിഗണിച്ച് നോർക്ക റൂട്ട്സിന് ദേശീയ അവാർഡ് ലഭിച്ചു. തുടർച്ചയായി 2ാം തവണയാണ് നോർക്ക റൂട്ട്സിന് സ്കോച്ച് അവാർഡ് ലഭിക്കുന്നത്. സാമൂഹിക നീതിയും ശാക്തീകരണവും വിഭാഗത്തിലെ ഗോൾഡ് കാറ്റഗറിയിലാണ് ഇത്തവണ പുരസ്കാരം. ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ സ്കോച്ച് ഗ്രൂപ്പ് ചെയർമാൻ സമീർ കൊച്ചാർ പുരസ്കാരം സമ്മാനിച്ചു. നോർക്ക റൂട്ട്സ് ഡൽഹി NRK ഡെവലപ്മെന്റ് ഓഫീസർ ഷാജിമോൻ ജെ പുരസ്കാരം ഏറ്റുവാങ്ങി. പ്രവാസി വെൽഫെയർ കുവൈറ്റ് 10ാം വാർഷികത്തോടനുബന്ധിച്ച് റെസ്റ്റോറന്റ് കഫ്റ്റീരിയ ജീവനക്കാരെ ആദരിക്കും. 35 വർഷത്തിലധികമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തങ്ങളുടെ വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവരെ ഈ മാസം 25 അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന 10ാം വാർഷിക പൊതുസമ്മേളനത്തിൽ ആദരിക്കും. സൊമാലിയയിലെ മിലിറ്ററി ക്യാമ്പിലുണ്ടായ ഭീകരാക്രമണത്തിൽ 4 UAE സൈനികർ കൊല്ലപ്പെട്ടു. ഇതിൽ 3 സൈനികരുടെ മൃതദേഹങ്ങൾ അബുദാബിയിലെ അൽ ബദീൻ വിമാനത്താവളത്തിൽ എത്തിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിൽ പരുക്കേറ്റ് UAEയിൽ ചികിത്സയിലായിരുന്ന സൈനികനാണ് മരിച്ച 4ാമനെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ബഹ്റൈൻ പ്രതിരോധ സേന ഉദ്യോഗസ്ഥരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി സൊമാലിയൻ തലസ്ഥാനമായ മൊഗാദിഷുവിലെ ജനറൽ ഗോൾഡൻ സൈനിക വിമാനത്താവളത്തിലാണ് ആക്രമണമുണ്ടായത്. സൊമാലിയൻ സായുധ സേനയിലെ സൈനികർക്ക് UAE ഉദ്യോഗസ്ഥർ പരിശീലനം നൽകുന്നുണ്ട്. ഇതിനിടെയാണ് ആക്രമണം. UAEയിൽ കാർഗോ കപ്പൽ മത്സ്യബന്ധന ബോട്ടിൽ ഇടിച്ച് തൊഴിലാളികൾക്ക് പരുക്കേറ്റു. ദുബായ് തീരത്തേക്ക് വന്ന മത്സ്യബന്ധന ബോട്ടാണ് തകർന്നത്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് 2ആയി പിളർന്നു. ബോട്ടിലുണ്ടായിരുന്ന 8 മത്സ്യത്തൊഴിലാളികളെ ദുബായ് പോലീസ് രക്ഷപ്പെടുത്തി. ഇവർ ദുബായിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മത്സ്യബന്ധനത്തിന് പോകുന്നവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ കോൺസുലർ ക്യാമ്പ് ഈ മാസം 16 അബ്ദാലി ഏരിയയിൽ സംഘടിപ്പിക്കും. സലാഹ് ഫലാഹ് ഹമദ് ആസ്മി ഹാമിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെയാണ് ക്യാമ്പ് നടക്കുക. പാസ്പോർട്ട് പുതുക്കൽ, ഓൺലൈൻ ഫോം പൂരിപ്പിക്കൽ, ഫോട്ടോഗ്രാഫ്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്ട്, ജനറൽ പവർ ഓഫ് അറ്റോർണി, സിഗ്നേച്ചർ അറ്റസ്റ്റേഷൻ, പൊതുസാക്ഷ്യപ്പെടുത്തൽ, തൊഴിൽ പരാതികളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാകും. അഭിപ്രായം തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു കാലത്തായിരുന്നു തന്റെ യൗവനം എന്നത് ഒരു മഹാഭാഗ്യമായി കരുതുന്നുവെന്ന് നടനും MLAയുമായ മുകേഷ്. വാക്കുകൾ ആരെയെങ്കിലും വ്രണപ്പെടുത്തുമോ ബോഡി ഷേമിംഗ് ആകുമോ എന്നെല്ലാം ചിന്തിച്ചില്ലെങ്കിൽ വലിയ അബദ്ധവും അപകടവുമാകും. എന്തു പറയുമ്പോഴും പലതവണ ആലോചിക്കണമെന്നും മുകേഷ് പറഞ്ഞു. അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയുടെ GCC റിലീസിന്റെ ഭാഗമായി ദുബായിലെത്തിയ മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. തിരികെ വാർത്തകളിലേക്ക്. വയനാട് മാനന്തവാടിയിൽ കർഷകന്റെ ജീവനെടുത്ത കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം നീളും. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. നാളെ പുലർച്ചെയോടെ ദൗത്യം പുനരാരംഭിക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ മറ്റന്നാൾ കർഷക സംഘടനകൾ ഹർത്താൽ പ്രഖ്യാപിച്ചു. സങ്കീർണ ദൗത്യത്തിന്റെ ആശങ്കയും പ്രതിഷേധവും. പുലർച്ചെ മുതൽ കാട്ടിൽ ആനയെ തെരഞ്ഞ വനംവകുപ്പിന്റെ പ്രത്യേക ദൗത്യസംഘം. ചേലൂർ മണ്ണുണ്ടി കോളനിക്ക് സമീപം കാട്ടിൽ ആന നിലയുറപ്പിച്ചതായി ആദ്യ വിവരം. പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഉച്ചയോടെ കാട്ടിക്കുളം ബാവലി വനപാതയിൽ ചെമ്പകപ്പാറയിൽ ആനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. പിന്നാലെ 5 DFOമാരുടെ നേതൃത്വത്തിൽ സർവ്വസന്നാഹങ്ങളുമായി പ്രത്യേക ദൗത്യസംഘം കാട്ടിനുള്ളിലേക്ക്. പിന്നാലെ 4 കുങ്കിയാനകളും മയക്കുവെടി വിദഗ്ധരും സ്ഥലത്തെത്തി. ദൗത്യസംഘം ആനയ്ക്ക് സമീപമെത്തി. എന്നാൽ ആനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം ബലം കണ്ടില്ല. ആനയുടെ സഞ്ചാരവേഗവും കൊടുംകാടും തടസ്സമായി. വൈകിട്ടോടെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് ദൗത്യസംഘം കാടിന് വെളിയിലേക്ക്
പിന്നാലെ നാട്ടുകാരുടെ പ്രതിഷേധം. ദൗത്യസംഘത്തെ നാട്ടുകാർ വനാതിർത്തിയിൽ തടഞ്ഞു. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല, ഇവിടെ നമ്മുടെ സഹോദരനാണ്, അത്രേ ഉള്ളൂ. ബാവലി വനപാതയിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെയും DFO അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ വാഹനത്തിനുള്ളിൽ തടഞ്ഞു വെച്ചു. രാത്രി ആനയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും പുലർച്ചെ ദൗത്യം പുനരാരംഭിക്കുമെന്നും വനം വകുപ്പിന്റെ ഉറപ്പ്. പിന്നാലെ പ്രതിഷേധം അവസാനിപ്പിച്ചു. രാത്രി കൊലയാളി ആന നാഗർഹോള വന്യജീവി സങ്കേതത്തിലേക്ക് തിരികെ മടങ്ങാനും ജനവാസ മേഖലയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. 24 വയനാട്. വയനാട് മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന് കണ്ണീരോടെ വിട. പടമലയിലെ സെന്റ് അൽഫോൺസ് ചർച്ചിൽ നടന്ന സംസ്കാര ചടങ്ങിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. വയനാട്ടിലെ വന്യമൃഗശല്യം തടയുന്നതിൽ സർക്കാരുകൾ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടി മറ്റന്നാൾ ഫാർമേഴ്സ് റിലീഫ് ഫോറം ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. മരണവിവരം അറിഞ്ഞെത്തുന്നവരുടെ ഹൃദയവേദനയാൽ വികാരനിർഭരമായിരുന്നു ചാലികത പടമലയിലെ അജീഷിന്റെ വസതി. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച പൊതുദർശനം വൈകുന്നേരം 3 മണി വരെ നീണ്ടു. തുടർന്ന് വീട്ടിൽ നടന്ന മതപരമായ ചടങ്ങുകൾക്ക് ശേഷം പടമലയിലെ സെയിന്റ് അൽഫോൺസ ചർച്ചിലേക്ക് വിലാപയാത്ര. മാനന്തവാടി ബിഷപ്പ് ജോസ് പെരുന്നോടത്തിന്റെ നേതൃത്വത്തിൽ മൃതശുശ്രൂഷ ചടങ്ങുകൾ. ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങി മൃഗങ്ങളുടെ മാത്രം സംരക്ഷകരാകുന്നതിൽ ചില അപാകതകളുണ്ടെന്ന് മാനന്തവാടി ബിഷപ്പും വിമർശിച്ചു. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം ന്യായമല്ലേ? ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങി അവർക്ക് പകരം നിങ്ങൾ മൃഗങ്ങളുടെ മാത്രം സംരക്ഷകരാകുന്നതിൽ ഞങ്ങൾ ചില അപാകതകൾ കാണുന്നുണ്ട്. വൈകിട്ട് 5 മണിയോടെ സെയിന്റ് അൽഫോൺസ പള്ളിയിലെ കുടുംബക്കല്ലറയിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് നാടിന്റെ പ്രിയപ്പെട്ടവന് അന്ത്യവിശ്രമമൊരുക്കി. വയനാട്. പാകിസ്ഥാനിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ അനിശ്ചിതമായി നീളുന്നു. അന്തിമ ഫലം പുറത്തുവന്നതോടെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ PTIയുടെ പിന്തുണയുള്ള സ്വതന്ത്രർ 97 സീറ്റുകളിൽ വിജയിച്ചു. നവാസ് ഷെരീഫിന്റെ PMLNന് 76 സീറ്റുകളിലാണ് വിജയം. സർക്കാർ രൂപീകരണത്തിന് നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗും ബിലാവൽ ഭൂട്ടോയുടെ PPPയും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ദേശീയ അസംബ്ലിയിലെ 265 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം പുറത്തുവരുമ്പോൾ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ പിന്തുണയുള്ള സ്വതന്ത്രർക്കാണ് മുന്നേറ്റം. 97 സീറ്റുകളിൽ സ്വതന്ത്രർ വിജയിച്ചു. അതേസമയം 134 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് ആർക്കും എത്താൻ കഴിഞ്ഞില്ല. അന്തിമഫലത്തിൽ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ PMLN 76 സീറ്റുകളിലും ബിലാവൽ ഭൂട്ടോയുടെ PPP 54 സീറ്റുകളിലും വിജയിച്ചു. 17 സീറ്റുകൾ നേടിയ മുത്തഹിദ ഖ്വാമി മൂവ്മെന്റിനെ കൂടി ഉൾപ്പെടുത്തി പാകിസ്ഥാൻ മുസ്ലിം ലീഗും ബിലാവൽ ഭൂട്ടോയുടെ PPPയും ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ ചർച്ചകൾ നടന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പാർട്ടികളുമായി സർക്കാർ രൂപീകരണ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് MQM പാകിസ്ഥാൻ കൺവീനർ ഖാലിദ് മക്ബൂൽ പറഞ്ഞു. ഇതിനിടെ PTI പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. പാകിസ്ഥാനിൽ സ്വതന്ത്രരായി മത്സരിച്ച് ജയിച്ചവർ 3 ദിവസത്തിനുള്ളിൽ നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണമെന്നാണ് ചട്ടം. ഔദ്യോഗികമായി പാർട്ടിയില്ലാത്ത ഇമ്രാൻഖാന് അതുകൊണ്ടുതന്നെ PTIയിലേക്ക് സ്വതന്ത്രരെ ചേർക്കാൻ അവകാശമില്ല. പുതിയ മുന്നണി ഉടൻ പ്രഖ്യാപിക്കുമെന്നും സ്വതന്ത്രരായി മത്സരിച്ചവർ അതിൽ ചേരണമെന്നും ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ മുൻകാലങ്ങളിലെന്ന പോലെ സർക്കാർ രൂപീകരണത്തിൽ സൈന്യത്തിന്റെ ഇടപെടലുണ്ടാകാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ വിശദീകരണവുമായി NK പ്രേമചന്ദ്രൻ MP. പാർലമെന്ററി രംഗത്ത് മികവ് പുലർത്തിയവരാണ് വിരുന്നിൽ പങ്കെടുത്തതെന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. പ്രേമചന്ദ്രനെ പിന്തുണച്ച് കോൺഗ്രസ് RSP നേതാക്കൾ രംഗത്തെത്തി. പ്രേമചന്ദ്രന്റെ നടപടിയെ കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് ആയുധമാക്കാനാണ് LDFന്റെ നീക്കം. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത് ഇടതുപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് വിശദീകരണവുമായി NK പ്രേമചന്ദ്രൻ MP രംഗത്തു വന്നത്. പാർലമെന്ററി രംഗത്ത് മികവ് പുലർത്തിയവരാണ്
പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതെന്നായിരുന്നു NK പ്രേമചന്ദ്രന്റെ പ്രതികരണം. ജ്യോതി ബസുവിന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാതെ മോദിയെ സ്വീകരിക്കാൻ പോയത് പിണറായി വിജയനാണെന്നും പ്രേമചന്ദ്രൻ തിരിച്ചടിച്ചു. വളരെ വില കുറഞ്ഞ നിലവാരമില്ലാത്ത വിവാദത്തിനാണ് CPM നേതൃത്വം കൊടുക്കുന്നത്. എല്ലാ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും സമാന സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ വിവാദ രൂപത്തിൽ CPM ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. ഇടതുപക്ഷ നീക്കം രാഷ്ട്രീയമെന്നാരോപിച്ച് കോൺഗ്രസും RSPയും പ്രേമചന്ദ്രന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തു വന്നു. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പോയതിൽ തെറ്റില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനാണെന്ന് പ്രേമചന്ദ്രനും കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് NK പ്രേമചന്ദ്രനെ വിളിച്ചു, അടിയന്തരമായി ചെല്ലണമെന്ന് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പേര് ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ. എന്താ തെറ്റ്? പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചാൽ പോകണ്ടേ? പ്രധാനമന്ത്രി ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചാൽ താനും പോകുമെന്നായിരുന്നു K മുരളീധരൻ MPയുടെ പ്രതികരണം. വിവാദങ്ങൾക്കു പിന്നിൽ രാഷ്ട്രീയ അജണ്ടയെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും പറഞ്ഞു. NK പ്രേമചന്ദ്രൻ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ നാടകീയമായ വിരുന്നിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു UDF MPക്ക് കഴിഞ്ഞില്ലെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. പ്രധാനമന്ത്രിയുമായുള്ള സൗഹൃദത്തിന്റെ കാരണം പ്രേമചന്ദ്രൻ വ്യക്തമാക്കണമെന്ന് എളമരം കരീമും ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത NK പ്രേമചന്ദ്രനെതിരെ ശക്തമായ പ്രചാരണം തുടരാനാണ് കൊല്ലം ലോക്സഭാ സീറ്റ് ലക്ഷ്യമിടുന്ന CPIMന്റെ രാഷ്ട്രീയ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊല്ലം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPIM സ്ഥാനാർത്ഥി ചർച്ച അടുത്തയാഴ്ച ആരംഭിക്കും. 16 നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി നിർണയം നടത്താനാണ് ധാരണ. MLA മാർ മത്സരിക്കണോ, വനിതാ പ്രാതിനിധ്യം എത്രമാത്രം വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. യുവ പ്രാതിനിധ്യം സ്ഥാനാർത്ഥി പട്ടികയിൽ വേണമെന്നും ആവശ്യമുയർന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുമെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ പ്രഖ്യാപനമുണ്ടായി. ഡൽഹി സമരവും നവകേരള സദസ്സും LDFന് മേൽക്കൈ നൽകിയെന്നും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രനെ വീണ്ടും CPI സംസ്ഥാന കൗൺസിലിൽ ഉൾപ്പെടുത്തി. പ്രത്യേക ക്ഷണിതാവായാണ് ഉൾപ്പെടുത്തിയത്. 75 വയസ്സ് പ്രായപരിധിയിൽ നേതൃസമിതികളിൽ നിന്ന് പന്ന്യൻ രവീന്ദ്രനെ ഒഴിവാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ പന്ന്യൻ രവീന്ദ്രനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ട്. മഹിളാ ഫെഡറേഷൻ സെക്രട്ടറി ES ബിജിമോളെയും കൗൺസിലിലെ ക്ഷണിതാവാക്കി. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ബിജിമോളെയും കൗൺസിലിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥ് BJPയിലേക്കെന്ന് റിപ്പോർട്ട്. കമൽനാഥിന് രാജ്യസഭാ സീറ്റും മകൻ നകുൽനാഥിന് ലോക്സഭാ സീറ്റും BJP വാഗ്ദാനം ചെയ്തെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ കമൽനാഥ് സോണിയാഗാന്ധിയെ നേരിൽ കണ്ട് രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ മുഖമായ കമൽനാഥ് BJP നേതാക്കളുമായി ഇതിനകം ചർച്ച നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. മകൻ നകുൽനാഥ്, MP വിവേക് തൻക എന്നിവർ BJPയിലേക്ക് കൂടുമാറാൻ ഒരുങ്ങുന്നുവെന്നാണ് സൂചന. കോൺഗ്രസുമായുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ബന്ധം അവസാനിപ്പിക്കുന്ന കമൽനാഥിന് രാജ്യസഭാ സീറ്റും മകന് ചിന്ദ്വാഡ ലോക്സഭാ സീറ്റും BJP വാഗ്ദാനം ചെയ്തതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ കമൽനാഥ് സോണിയാഗാന്ധിയെ കണ്ട രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അനുകൂല പ്രതികരണം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് BJPയുമായി ചർച്ച നടത്തിയത് എന്നാണ് സൂചന. ചൊവ്വാഴ്ച ഭോപ്പാലിലെ വസതിയിലേക്ക് കമൽനാഥ് MLA മാരെ അത്താഴ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. നിരവധി MLA മാർ തനിക്കൊപ്പമുണ്ടെന്ന് കാണിക്കാനുള്ള കമൽനാഥിന്റെ ശക്തി പ്രകടനമായാണ് ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര മാർച്ച് 3-ന് മധ്യപ്രദേശിലെത്തുമ്പോൾ കമൽനാഥിനെയും അനുയായികളെയും മറുകണ്ഠം ചാടിക്കാനാണ് BJPയുടെ നീക്കം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് പിന്നാലെ മധ്യപ്രദേശ് PCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജി ചോദിച്ചു വാങ്ങിയതോടെ കമൽനാഥ് ഹൈക്കമാൻഡുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. 24 ഡൽഹി. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.